ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻസ് സ്ട്രക്ചർ, ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫിനാൻസ് സ്ട്രക്ചർ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. ഇനി ഏതൊക്കെ തരത്തിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട് നോക്കാം. ദെൻ നമുക്ക് classification of capital structure, classification according to the nature and type of the firm, classification into ownership, classification on the basis of source of capital, classification according to costs, then പിന്നെ വേറൊരു വേരിയബിൾസും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ നാച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ദ ഫേം. സിമ്പിളാണ്, ആ വേർഡിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് വണ് എന്താണ്, ബിസിനസ് സ്ഥാപനത്തിൻ്റെ നാച്ചർ അല്ലെങ്കിൽ ടൈപ്പ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നും കോംപ്ലക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നും ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ, വെൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് കോമ്പോസ്ഡ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ ഓൺലി ഓർ റീറ്റെയിൽ ഓൺലി, ദെൻ അതായത് ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ മാത്രമുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ അതിനെന്ത് പറയും, സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് നമ്മുടെ ക്യാഷ് എത്താണെങ്കിൽ നമ്മൾ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് സിമ്പിളായിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. ദെൻ കോംപ്ലക്സ് അപ്പോൾ എന്തായിരിക്കും, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും, അതായത് ഒരു സോഴ്സ് എന്നല്ല പല സോഴ്സ് നിന്ന് അല്ലേ, അതായത് ഇക്വിറ്റി ഷെയറും ബോറോഡ് ക്യാപിറ്റലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ബാലൻസ് ഷീറ്റിൽ ലാബിൽ സൈഡ് കാണുമ്പോൾ തന്നെ അറിയാം പല രീതിയിൽ ഓണേഴ്സ് ക്യാപിറ്റൽ ഉണ്ടാവും, അതുപോലെ ഇക്വിറ്റി ഷെയർ ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും, ഡിബഞ്ചർ ഉണ്ടാവും, അതുപോലെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട്. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യണമെങ്കിൽ അതിനെന്ത് പറയാം, കോംപ്ലക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. ദെൻ ക്ലാസിഫിക്കേഷൻ ഇൻ ടു ഓണർഷിപ്സ്. ഓണർഷിപ്പിൻ്റെ ബേസിൽ സിമ്പിളാണ്. ഓണർഷിപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ബോറോഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ. ഓണേഴ്സിൻ്റെ മാത്രം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ എന്ത് പറയാം, ഓണർഷിപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ബോറോഡ് ക്യാപിറ്റൽ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം, ബോറോഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സിമ്പിൾ അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഏതൊക്കെ സോഴ്സ് എന്നാണെന്നുള്ളത് രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് ഇൻറ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അതുണ്ട് എക്സ്റ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ആ വേർഡ് തന്നെ ഉണ്ട്. ഇൻറ്റേർണൽ ബിസിനസ്സിനകത്ത് നിന്ന് ഉള്ള ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും, ഇൻറ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. ദെൻ എക്സ്റ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തായിരിക്കും, ബിസിനസ്സിൻ്റെ പുറത്തുനിന്ന് അല്ലേ, ബിസിനസ്സിൻ്റെ പുറത്തുനിന്ന് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും, എക്സ്റ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ഇൻറ്റേർണൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലേ, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിലെ ഡയറക്ടേഴ്സിനോ എംപ്ലോയീസിൻ്റെ കയ്യിൽ റൈറ്റ് ഇഷ്യൂ, നമ്മളതുപോലെ ഒരുപാട് ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ടില്ല, അതൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഇൻറ്റേർണലായിട്ട്. എക്സ്റ്റേർണൽ എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ പുറത്ത് നിന്ന്, ബിസിനസ്സിൻ്റെ ഓണേഴ്സിന് മാത്രമല്ല പുറമേ നിന്ന് പബ്ലിക്കിനൊക്കെ ക്യാപിറ്റൽ ഫോം ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മളെന്താ പറയാം, എക്സ്റ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. നെക്സ്റ്റ് നോക്കുക, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കോസ്റ്റ് അല്ലേ. കോസ്റ്റിൻ്റെ ബേസിൽ അല്ലേ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നും വേരിയബിൾ കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നും നമുക്ക് പറയാൻ പറ്റും. ആ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ള ആ വേർഡ് തന്നെ നമുക്ക് എന്ത് കിട്ടും, എന്താ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ഫിക്സ്ഡ് എന്ന് പറയുന്നത് എന്താണ്, റിമെയിൻ കോൺസ്റ്റൻറ്റ്, മാറ്റമില്ലാത്തതാണ്. ഇഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് മേഡ് അപ്പ് of a fixed cost security such as preference shares, debentures, long term capital structure is said to be fixed capital structure അല്ലേ. ഒരു ലോങ് ടേം ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ നമ്മൾ പറയാറുണ്ട്, എന്താണ് ചേഞ്ച് ഇല്ലാത്തത് അല്ലെ. ഒരു ലോങ് ടേമിൽ ഉള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ, അല്ലെങ്കിൽ ലോങ് ടേം അതായത് 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തേക്കൊക്കെ ഉള്ള രീതിയിൽ ആണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യണമെങ്കിൽ അതിനെന്ത് പറയും, ഫിക്സ്ഡ് കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ വേരിയബിൾ കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ അപ്പോൾ എന്തായിരിക്കും, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് മേഡ് അപ്പ് ഓഫ് വേരിയബിൾ കോസ്റ്റ് സെക്യൂരിറ്റീസ് സച്ച് ആസ് ഇക്വിറ്റി ഷെയർസ്, കറന്റ് ലയബിലിറ്റീസ് എക്സെട്ര ടു ബി സേഡ് ആർ കോൾഡ് വേരിയബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇപ്പോൾ നമുക്ക് എന്തിന് പെട്ടെന്ന് ക്യാഷ് വേണം അല്ലേ, നമുക്കൊരു ക്യാപിറ്റൽ ഉണ്ടാക്കണം, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മളൊക്കെ തട്ടിമുട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ല. അതായത് ഒരു ലോങ് ടേമിലല്ലാതെ ഒരു ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് പറയും, വേരിയബിൾ കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ഇത് പറയാം, അതിന് ശേഷം താഴെയുള്ളത് പറയാം കേട്ടോ.
ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നാച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ദ ഫേം. സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ, സിമ്പിളായിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. മേ ബി ഒരു പ്രിഫറൻസ് ഷെയർസും ഒരു ഇക്വിറ്റി ഷെയർസൊക്കെ ഉണ്ടാവുള്ളൂ. ദെൻ കോംപ്ലക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ഇത് കോമ്പിനേഷൻ ഓഫ് ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ, അതുപോലെ ലോങ് ടേം, ഷോർട്ട് ടേം, അതായത് ഒരുപാട് ഫോമിലുള്ള അല്ലെങ്കിൽ ഒരുപാട് സോഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് പറയും? കോംപ്ലക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. ദെൻ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഓണർഷിപ്പ്. ഓണേഴ്സ് ക്യാപിറ്റൽ, ബോറോഡ് ക്യാപിറ്റൽ. സിമ്പിളാണ്. ഓണേഴ്സിന് സ്വന്തം ക്യാപിറ്റൽ കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്, അതിന് ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയും അല്ലേ. ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുറമേ നിന്ന് ക്യാഷ് മേടിച്ചിട്ട് അല്ലെങ്കിൽ പുറമേ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ കൈൻഡോ മേടിച്ചിട്ട് ക്യാപിറ്റൽ ഫോം ആണ് ചെയ്യാൻ എന്ന് പറയും, ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഓൺ ദ ബേസ് ഓഫ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഓൾറെഡി പറഞ്ഞ് അല്ലേ, സിമ്പിളാണ്. ബിസിനസ്സിനകത്ത് നിന്ന് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും? ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനെ ഇൻറ്റേർണൽ എന്നും, ബിസിനസ്സിന് പുറത്ത് എക്സ്റ്റേണൽ പോർഷൻ, എക്സ്റ്റേണൽ ഭാഗത്ത് അല്ലെങ്കിൽ ബിസിനസ്സിന് പുറത്തുനിന്ന് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയും, എക്സ്റ്റേണൽ എന്ന് പറയും. ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു ഫിക്സ്ഡ് ആണെങ്കിൽ എന്താണ്? ഒരു ലോങ് ടൈം അല്ലേ, റിമെയിൻ കോൺസ്റ്റൻറ്റ്, ഒരു ലോങ് ടൈം, ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം 50 വർഷത്തിനൊക്കെ ആണെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് എന്ന് പറയും. അതിന് കണ്ടാൽ തന്നെ നമുക്ക് പറയാം ഫിക്സ്ഡ് ആണ്. ദെൻ വേരിയബിൾ, നമ്മൾ എന്ത് ചെയ്യുക? തൽക്കാല ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ അല്ലേ, നമ്മുടെ ക്യാപിറ്റൽ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നടത്തിയിട്ടില്ല. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് കറണ്ട് ലയബിലിറ്റീസോ അതുപോലെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലോ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നടത്തണമെങ്കിൽ എന്ത് പറയും? വേരിയബിൾ കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. ദെൻ നെക്സ്റ്റ് നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാൻ ബി ആൾസോ ക്ലാസിഫൈഡ് ഇൻ ദ ഫോളോയിങ് വേസ്. പിന്നെ നമുക്ക് പല രീതിയിലും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒറിസോണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, പിരമിഡ് ഷേപ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇൻവേർട്ടഡ് പിരമിഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നോക്കാം. ഒറിസോണൽ അല്ലേ, നമുക്ക് എന്താ പറയുക? ഒറിസോണൽ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒറിസോണൽ എന്ന് പറഞ്ഞാൽ എന്താ? പാരലായിട്ട് അല്ലേ. ദെൻ വെർട്ടിക്കൽ എന്താണ്? കുത്തനെ നമുക്കറിയാം അല്ലേ. നമ്മൾ നമുക്ക് ലാപ്പിലൊക്കെ നോക്കുന്ന സമയത്ത് ഒറിസോണൽ ബാർ, വെർട്ടിക്കൽ ബാറൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഒറിസോണൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? പിരമിഡ് ഷേപ്പിലെ ഒരു എന്താണ്? ത്രികോണത്തിൻ്റെ രീതിയിലുള്ള ഷേപ്പ്. ഇൻവേർട്ടഡ് പിരമിഡ് അല്ലേ, ഓപ്പോസിറ്റാണ് പിരമിഡിൻ്റെ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഒറിസോണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ. ഇനി ഒറിസോണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ദ ഫേം ഹാസ് സീറോ ഡെപ്റ്റ് കോമൺസ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ മിക്സ്. ഇൻ അതർ വേർഡ്സ്, if all the funds are required for a particular project are bought out by the owners only, it is called horizontal capital structure. എന്താണ് horizontal capital structure? ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്കെന്ന് പറയാം ഒറിസോണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഓണർഷിപ്പിൻ്റെ കേസിൽ ഓണർഷിപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഒറിസോണലായിരിക്കും. എന്താണ്? നമ്മൾ പുറത്തുനിന്നൊന്നും കടം മേടിക്കില്ല, ഓണേഴ്സിൻ്റെ മാത്രമായിരിക്കും ഉണ്ടാവുക. ദെൻ വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഒറിസോണൽ. എന്തായിരിക്കും? ഓണേഴ്സിൻ്റെ ചെറിയ പോർഷൻ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പുറത്തുനിന്നായിരിക്കും ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവുക, ക്യാപിറ്റൽ ഫോം ചെയ്തിട്ടുണ്ടാവുക, ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അതാണ് വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പിരമിഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ. പിരമിഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ? ആസ് ദ നെയിം സജസ്റ്റഡ്, എ പിരമിഡ് ഷേപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആസ് എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് റീറ്റേൺ ഏർണിങ്സ് പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഈസ് വെരി ലോ അല്ലേ. അപ്പോൾ പിരമിഡ് ഷേപ്പ് തന്നെ ആയിരിക്കും. അതിൽ ലാർജ് പ്രൊപ്പോർഷനായിട്ട് ഓണേഴ്സിൻ്റെ ക്യാപിറ്റലായിരിക്കും, ചെറിയ പോർഷൻ എന്തായിരിക്കുള്ളൂ? ഡെപ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ താഴേക്ക്, അതായത് താഴ്ഭാഗത്ത്, ഫോർ എക്സാമ്പിൾ പറയാം, പിരമിഡ് ഷേപ്പ് ആണെങ്കിൽ താഴ്ഭാഗത്ത് ഓണേഴ്സിൻ്റെ ക്യാപിറ്റലും എന്ത് ചെയ്യാം? മുകളിൽ അതായത് പിരമിഡിൻ്റെ ടോപ്പിൽ എന്തായിരിക്കും? വളരെ കുറച്ചല്ലേ, ഒരു കോൺ മോഡലല്ല ഉണ്ടാവുക. ആ പോർഷൻ മാത്രം എന്തല്ലോ എക്സ്റ്റേണൽ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. ദെൻ ഇൻവേർട്ടഡ് പിരമിഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്താണ്? ഇൻവേർട്ടഡ് പിരമിഡ്, പിരമിഡിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്തായിരിക്കും? ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് സ്മോൾ പോർഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓർ റിട്ടേൺ ഏർണിങ്സ് അല്ലേ. അപ്പോൾ പിരമിഡ് പഠിച്ചാൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? ഇൻവേർട്ടഡ് പിരമിഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ ചോദിക്കാറുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നെക്സ്റ്റ് നോക്കുക. Finance structure. Finance structure refers to where the company assets are financed. They represent all the long-term source of capital and short-term source of capital. In other words, finance structure is equal to capital structure plus current liabilities. It measures the extent to which total funds are available to finance the total assets of the business. Thus, finance structure refers to the various way and means of raising funds. In short, finance structure shows the pattern of total financing. ഓക്കെ. അപ്പോൾ ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കെന്താ, ഒരു കമ്പനിയുടെ ഫിനാൻസ്
അല്ലെങ്കിൽ ഫിനാൻസ് ആണ് നമുക്കറിയാം ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡാണ് ഫിനാൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻസ് സ്ട്രക്ചർ അല്ലേ, അതെങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് ഫിനാൻസ് സ്ട്രക്ചർ. റെഫേഴ്സ് ടു ദ വേ ദ കമ്പനി അസറ്റ്സ് ആർ ഫിനാൻസ്ഡ് അല്ലേ. അസറ്റ്സുകളൊക്കെ എങ്ങനെയാണ് അല്ലേ, ലോങ് ടേം ആണോ അല്ലെങ്കിൽ കറണ്ട് അസറ്റ് ആണോ ഫിക്സഡ് അസറ്റ് ആണോ, ഇനി വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഫിനാൻസ് സ്ട്രക്ചറിൻ്റെ ബേസിലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻസ് സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ ക്യാപിറ്റലൈസേഷനും ഫിനാൻസ് സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ ക്യാപിറ്റലൈസേഷനാണ് വേണ്ടത്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻസ് സ്ട്രക്ചറുമാണ്. ഓക്കെ, ഡീറ്റെയിൽസ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.